ഒട്ടും ഓയിൽ യൂസ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്രിൽഡ് ചിക്കൻ റെഡിയാക്കി എടുക്കാം. OTGയിലാണ് ഞാനിത് ഗ്രിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഗ്രിൽഡ് ചിക്കന് വേണ്ടിയിട്ട് 500 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഫോർക്ക് യൂസ് ചെയ്താണ് ഞാനിത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ് റെഡിയാക്കാം. മീഡിയം സൈസ് 10 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ 2 പച്ചമുളക്. ഇതെല്ലാം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഗ്രിൽ ചെയ്യാൻ ആവശ്യമായ മസാല റെഡിയാക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർക്കാം. ഇത് കാശ്മീരി ചില്ലി പൗഡർ അല്ല, നോർമൽ ചില്ലി പൗഡറാണ്. അപ്പോൾ ഞാനിവിടെ ചേർത്തിരിക്കുന്ന അളവ് പോരെങ്കിൽ എരിവിനനുസരിച്ച് കൂടുതൽ ചേർക്കാം. പച്ചമുളകിൻ്റെ എരിവും കൂടി ഉണ്ടാവും, പിന്നെ പെപ്പർ പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്തു. ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റും കൂടി ചേർക്കാം. തിക്കായിട്ടുള്ള 1/4 കപ്പ് തൈരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഫോക്കാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ നന്നായി മിക്സ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഈ പീസിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല നന്നായിട്ട് പിടിക്കും. അടുത്ത ദിവസത്തെ ഡിന്നറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗ്രിൽഡ് ചിക്കൻ റെഡിയാക്കാൻ പോകുന്നത്. അപ്പം ഇന്ന് തന്നെ ഈ മിക്സിങ് റെഡിയാക്കുകയാണ്. ഗ്രിൽഡ് ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തലേദിവസം തന്നെ മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ചിക്കൻ പീസിലേക്കൊക്കെ മസാല നന്നായിട്ട് പിടിക്കും. ഈ മിക്സിങ് കഴിഞ്ഞ് നന്നായി ക്ലോസ് ചെയ്ത് ഫ്രീസറിലല്ല താഴെ ഫ്രിഡ്ജിൽ വയ്ക്കാം. എന്നിട്ട് ഗ്രിൽ ചെയ്യുന്നതിൻ്റെ 2 മണിക്കൂർ മുന്നേ അതിൻ്റെ തണുപ്പൊക്കെ നന്നായി പോകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വയ്ക്കാം. അടുത്ത ദിവസം ഗ്രിൽ ചിക്കൻ റെഡിയാക്കാൻ ആദ്യം OTG പ്രീഹീറ്റ് ചെയ്യാം. 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. ചൂട് താഴെ നിന്നും മുകളിൽ നിന്നും ഒരുമിച്ച് കിട്ടുന്ന രീതിയിലുള്ള ഈ ഓപ്ഷനിലാണ് വെക്കുന്നത്. ഗ്രിൽ ചെയ്യുന്നതിൻ്റെ 2 മണിക്കൂർ മുന്നേ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്നും ഈ ചിക്കൻ പീസസ് ഒക്കെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ റാക്കിൽ വെച്ചിട്ടാണ് ഗ്രിൽ ചെയ്യുന്നത്. ഇനി ഓരോന്നായി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. OTG ഇപ്പോൾ 10 മിനിറ്റ് പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം ട്രേ വെച്ച് കൊടുക്കാം. ഈ ട്രേയിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഗ്രിൽ ചെയ്യാനുള്ള റാക്കും വെച്ച് കൊടുക്കാം. ഇനി OTGയുടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. ഇതിലെ മാക്സിമം ടെമ്പറേച്ചർ 250 ഡിഗ്രിയാണ്. അപ്പം ടെമ്പറേച്ചർ 250 ഡിഗ്രി സെൽഷ്യസിൽ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ടൈം സെറ്റ് ചെയ്യുന്നത് 30 മിനിറ്റ് ആണ്. 2 സൈഡിലും ഹീറ്റ് വരുന്ന രീതിയിലുള്ള മോഡമാണ് ഇപ്പം സെലക്ട് ചെയ്ത് വെച്ചത്. 1/2 മണിക്കൂർ കഴിഞ്ഞ് OTG ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓയിലൊക്കെ യൂസ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുന്നതിനെക്കാട്ടും ഒത്തിരി ഹെൽത്തിയാണ്. ഒട്ടും ഓയിൽ ചേർക്കാണ്ട് തന്നെ ഈ ചിക്കൻ പീസസിൽ ഓൾറെഡി ഉള്ള ഓയിലൊക്കെ തന്നെയാണ് താഴെ ഈ ട്രേയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത്. താഴത്തെ ട്രേയിൽ ബട്ടർ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രേ ക്ലീൻ ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. 1/2 മണിക്കൂർ കഴിഞ്ഞ ശേഷം OTG ഒന്ന് ഓപ്പൺ ചെയ്ത് റാക്ക് പുറത്തെടുത്ത് ചിക്കൻ പീസസ് ഒക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡിലും നന്നായിട്ട് കുക്കായി കിട്ടും. ചെറിയ പീസസ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ടിക്ക സ്റ്റിക്കിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് മറിച്ചിടാനും ഈസി ആയിരിക്കും. റാക്കിൻ്റെ ഗ്യാപ്പിലൂടെ താഴോട്ടേക്ക് വീണു പോകുകയും ഇല്ല. ചിക്കൻ പീസസ് മറിച്ചിട്ട് കൊടുത്ത ശേഷം വീണ്ടും 1/2 മണിക്കൂറും കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒട്ടും ഓയിൽ യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയെടുത്ത ഗ്രിൽഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ കഴിക്കണം, അല്ലെങ്കിൽ കുറച്ച് ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഒട്ടും ഓയിൽ ചേർക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. ഒരു ഈസി ആൻഡ് ടേസ്റ്റി ചട്നിയുടെ കൂടിയാണ് ഞാൻ ഈ ഗ്രിൽഡ് ചിക്കൻ സെർവ് ചെയ്യുന്നത്. ആ ഈസി ആൻഡ് ടേസ്റ്റി ചട്നിയുടെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഗ്രിൽഡ് ചിക്കൻ്റെ കൂടെ കഴിക്കുന്ന ചട്നിയുടെ റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ തന്നെ കാണാം. ആ വീഡിയോ കാണാൻ മറക്കരുത്. താങ്ക് യു.